ഹായ് ഹലോ നമസ്കാരം, താരാലക്ഷ്മിയാണേ. ഇന്ന് നമ്മുടെ കണ്ടന്റ് സജ്ന ഫിറോസ്. എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് ഒരു മുഖവുരയുടെ ആവശ്യമില്ല. ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു സജ്ന. ഫിറോസിനെയും എല്ലാവർക്കും അറിയാം. അപ്പം പുതിയതായിട്ട് വന്ന വാർത്ത, സജ്ന ഫിറോസ് അടുത്ത വിവാഹത്തിന് തയ്യാറെടുക്കുന്നു. 3ാമത്തെ വിവാഹമാണ്. ബിഗ് ബോസിൽ വന്ന സമയത്തിന് പലരും സജ്നയോട് ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു, എങ്ങനെ സജ്ന അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന്. ഫിറോസ് ഭയങ്കര എടുത്തുചാട്ടവും ഭയങ്കര മുൻകോപവും ഒക്കെയാണ്. പല പ്രാവശ്യവും പലരുമായിട്ടും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ സജ്നയുടെ കണ്ണ് നിറയുന്ന നമ്മളൊക്കെ കണ്ടതാ അല്ലേ. അപ്പൊ ഒരുപാട് സഹിച്ചും ക്ഷമിച്ചും ഒക്കെയാണ് അവിടം വരെ സജ്ന കൊണ്ട് എത്തിച്ചത്. പക്ഷെ പിന്നീട് തീരുമാനം എടുത്തു. കുറച്ചുകൂടെ കരിയറിൽ മികവ് വന്നപ്പോൾ സജ്ന തന്നെ തീരുമാനമെടുത്തു, ഡിവോഴ്സിലേക്ക് വന്നു. പക്ഷെ ആരാധകരെയെല്ലാം വളരെ ഏറെ ദുഃഖത്തിലാഴ്ത്തിയത് ആ ഒരു തീരുമാനം. എങ്കിലും ഇവര് പല കല്യാണത്തിന്, ഈ ഇടയ്ക്ക് പോലും പലരുടെയും കല്യാണത്തിന് ഒന്നിച്ചു വരുന്നത് ആരാധകരെ സന്തോഷിപ്പിച്ചു. പക്ഷെ ഇപ്പോൾ റിവീൽ ചെയ്തിരിക്കുകയാണ്, വാലന്റൈൻസ് ഡേ സജ്ന പുതിയ വിവാഹത്തിന് തയ്യാറെടുക്കുന്നു എന്ന്. കുറെ ഗിഫ്റ്റുകളൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ അദ്ദേഹം കൊടുത്ത ഗിഫ്റ്റ് എന്നും പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾക്ക് ലൈഫ് എന്ന് പറഞ്ഞ ഒരൊറ്റ ജീവിതമേ ഉള്ളൂ നമുക്ക് അല്ലേ. അപ്പം അത് ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തും കരഞ്ഞും പിഴിഞ്ഞും ഒക്കെ ജീവിച്ചു തീർക്കാനുള്ളതല്ല. എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല, നമുക്കൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ നിൽക്കാതെ ഒരു നല്ല തീരുമാനം എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. സജ്നയെ സംബന്ധിച്ച് സജ്ന എടുത്ത തീരുമാനം നല്ലതാണെന്നാണ് നമുക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ അത്രത്തോളം നമ്മൾ ആ ബിഗ് ബോസ് കാണുന്ന ആ സമയത്ത് നമ്മൾ പോലും ചിന്തിച്ചു പോകും, എന്തുമാത്രം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് സജ്ന ഇങ്ങനെ കണ്ണുകൾ ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ നിറഞ്ഞ് വിങ്ങി പൊട്ടുന്നത് പല പ്രാവശ്യവും നമ്മൾ കാണാനിടയായിട്ടുണ്ട്. അപ്പോഴും ഭാഗ്യലക്ഷ്മി ചേച്ചിയൊക്കെ ചോദിക്കുന്നത്, എന്താ സജ്ന ഇത്രയും എന്തിനാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? അപ്പം ഒരുപക്ഷെ 2 മക്കളുടെ അമ്മയല്ലേ, ആ കുട്ടികളെ ഓർത്തിട്ടായിരിക്കും ഒരുപക്ഷെ അത്രയൊക്കെ സഹിച്ചത്. പിന്നീട് കരിയറിൽ ഒരു ഉയർച്ച വന്നപ്പോഴത്തേക്ക് ആ ഒരു ഉചിതമായ തീരുമാനം എടുത്ത് ഡിവോഴ്സിലേക്ക് വന്നു. അത് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഓരോരോ ജീവിത സാഹചര്യങ്ങളല്ലേ. ഫിറോസ് വന്നിട്ടും അങ്ങനെ പ്രത്യേകിച്ച് ഒരിക്കലും ഫിറോസ് സജ്നെ കുറ്റം പറഞ്ഞ് കണ്ടില്ല. ആ ഒരു ഡിവോഴ്സിന്റെ കാര്യം തന്നെ വന്ന് വെളിവാക്കുമ്പോഴും ഫിറോസിന്റെ കണ്ണും നിറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഫിറോസിനും അറിയാം, ഫിറോസ് പറയുന്നുണ്ട്, ഉള്ള സ്വാതന്ത്ര്യമൊക്കെ ഞാൻ ആവശ്യത്തിലും സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്, അഭിനയിക്കാൻ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്തൊക്കെയോ കയ്യിൽ നിന്ന് പാളിച്ചു വന്നു എന്ന് ഫിറോസ് പറയാതെ സമ്മതിക്കുന്നുണ്ട്. എന്തായാലും സീരിയൽ ലോകത്ത് ഇപ്പം കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് 3ഉം 4ഉം വിവാഹം കഴിച്ചാലേ ഒരു ഇതുള്ളു, അങ്ങനെ ഒരു ട്രെൻഡ് ഇപ്പൊ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പലരും എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാൻ പേടിക്കുന്നത് എന്ന് വെച്ചാൽ മാക്സിമം ഇവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു മനസ്സില്ല. എല്ലാവർക്കും സ്വാതന്ത്ര്യമായിട്ട് നടക്കണം, എൻജോയ് ചെയ്യണം. അതുകൊണ്ടൊക്കെയാണ് പലരും വിവാഹം, പല ലേഡീസിനോടും സീരിയൽ അഭിനയിക്കുന്നവരോട് ചോദിക്കുമ്പോഴത്തേക്ക് വിവാഹത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവര് തെന്നി മാറുന്നത്. ഒരു കുറച്ചു കാലവും കൂടെ മാക്സിമം ഒരു 40 വയസ്സ് വരെ അടിച്ചു പൊളിച്ച് ജീവിക്കാം എന്നാണ് അവരുടെ ഒരു ചിന്താഗതി. അവർക്കൊരു പേടിയാണ്, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഡിവോഴ്സിലേക്ക് പോകുമോ എന്നൊരു